Welcome to Services Management. Today we are going to discuss traditional and new generation banking. Banking is defined as the business conducted or services offered by a bank. Banking is organized in the form of financial institution which offers several financial functions which mainly include depositing and safekeeping, lending financial resources. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇറ്റ് ഈസ് എ ബിസിനസ് കണ്ടക്റ്റഡ് ഓർ സർവീസസ് ഓഫേർഡ് ബൈ എ ബാങ്ക്. ബാങ്ക് നൽകുന്ന സേവനങ്ങൾ, അതിനെയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. അതൊരു ഓർഗനൈസ്ഡ് ഫോമിലാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ഓഫർ സെവറൽ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ തരം ആക്ടിവിറ്റീസാണ് ഒരു ബാങ്ക് ചെയ്യുന്നത്. Now we can see there are two categories of banking: traditional banking and new generation banking. So let us see what is traditional banking. In traditional banking, it has performed the basic function such as maintain deposits, make loans, etc. Traditional bank was the original financial intermediaries in offering banking services. It also plays an important role in the financial markets to manage the circular flow of funds. However, there are some limitations on traditional banking and this leads to the innovation of modern banking. So, ഒരു ബാങ്കിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഫങ്ഷൻസ് നടപ്പിലാക്കുന്ന ബാങ്കുകളാണ് യഥാർത്ഥത്തിൽ ട്രഡീഷണൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. സോ ഡിപ്പോസിറ്റ്സ് സ്വീകരിക്കുക, മണി ലെൻഡ് ചെയ്യുക, ഈ തരത്തിലുള്ള ആക്ടിവിറ്റീസാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൽ മണി സർക്കുലേഷൻ ഉറപ്പാക്കുക, ഈ തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന തരം ബാങ്കുകളാണ് ട്രഡീഷണൽ ബാങ്കിങ്. അതാണ് ആക്ച്വലി ബാങ്കുകൾ യൂഷ്വലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ തന്നെ സർട്ടൺ ലിമിറ്റേഷൻസ് വന്നതുകൊണ്ടാണ് മോഡേൺ ബാങ്കിങ് എന്നുള്ള കോൺസെപ്റ്റ് ഡെവലപ്പായി വന്നത്. Traditional banking has limited accessibility in which people only can conduct business at their brick and mortar locations. അതായത് ട്രഡീഷണൽ ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതെല്ലാം തന്നെ ഫിസിക്കൽ ബാങ്കുകളാണ്. അതിന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഫിസിക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബാങ്കിങ് സർവീസുകൾ നൽകുക എന്ന് പറയുമ്പോൾ അത് 24 hour ബാങ്കിങ് അല്ല, അതിനൊരു ലിമിറ്റഡ് വർക്കിംഗ് അവേഴ്സ് ഉണ്ടാവും. ആ അവേഴ്സിനുള്ളിൽ മാത്രമേ കസ്റ്റമേഴ്സിന് ബാങ്കിങ് സർവീസുകൾ ലഭിക്കുകയുള്ളൂ. It makes inconvenience to customers in doing their business. It also provides less efficient services to customers. Therefore, customers would need to spend more time to complete the transaction by heading to the banks. ബാങ്കിൽ ഫിസിക്കലായിട്ട് ഒരു കസ്റ്റമർ ചെന്നെങ്കിൽ മാത്രമേ ബാങ്കിങ് സർവീസുകൾ ലഭിക്കുമായിരുന്നുള്ളൂ ട്രഡീഷണൽ ബാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈമും എനർജിയും കസ്റ്റമേഴ്സിന് ചിലവാക്കേണ്ടി വരുമായിരുന്നു. In the comparison, modern banking has come out variety of services which fulfill the unsatisfactory customers of traditional banking. Nowadays, deposits have become an important source of funds for financial institutions. Thus, the ways to attract deposits are important for financial institutions in getting funds. Many strategies have evolved, such as adjust savings interest rate or providing different types of financial instruments to collect funds. So,
ട്രഡീഷണൽ ബാങ്കിങ്ങിലുള്ള കസ്റ്റമേഴ്സ് വളരെ കൂടുതൽ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ലിമിറ്റഡ് വർക്കിംഗ് അവേഴ്സേ ഉള്ളൂ, ഫിസിക്കലായിട്ടുള്ള ലൊക്കേഷനാണ്, ആ ലൊക്കേഷനിൽ എത്തിയെങ്കിൽ മാത്രമേ ബാങ്കിങ് സർവീസുകൾ ലഭിക്കുമായിരുന്നുള്ളൂ. ഇതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന തരം ബാങ്കുകളെയാണ് മോഡേൺ ബാങ്കിങ് എന്ന് പറയുന്നത്. അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ്. അപ്പോൾ അതിന് പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് അത് കൂടുതൽ അട്രാക്റ്റീവാക്കി മാറ്റിക്കൊണ്ട് കൂടുതൽ ഫണ്ട് കളക്ട് ചെയ്യാനുള്ള ഒരു സോഴ്സായി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന് ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ ഡിപ്പോസിറ്റ് റേറ്റ്സ് എന്നുള്ളതാണ്. ഡിപ്പോസിറ്റ് റേറ്റുകൾ RBI ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് മാർക്കറ്റിൽ ബാങ്കുകൾ കൊണ്ടുവരിക. In addition, with the development of technology, modern banking has brought a great positive impact to the customers by using ATM, that is automatic teller machine, credit and debit cards, mobile banking and online banking. It is able to reduce cost, save time for payment and also increase the competitive advantage in financial service industry. സോ ട്രഡീഷണൽ ബാങ്കുകളിൽ നിന്നും മോഡേൺ ബാങ്കിങ്ങിലേക്ക് വരുമ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജിയാണ് മറ്റൊരു ആസ്പെക്റ്റായിട്ട് കാണുന്നത്. ലൈക്ക് ATM, ഓൺലൈൻ ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ്സ്, ഈ തരത്തിലുള്ള എസ്പെഷ്യലി ഈ ബാങ്കിങ് സൊല്യൂഷനിലൂടെ 24/7 എന്നുള്ളൊരു ബാങ്കിങ് കോൺസെപ്റ്റ് വന്നു. കസ്റ്റമേഴ്സിന് ടൈമും എനർജിയും എല്ലാം സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാര്യം നമുക്ക് എവിടെ നിന്നുകൊണ്ടും ബാങ്കിങ് സർവീസ് അവെയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള സർവീസുകൾ നൽകുന്ന തരം ബാങ്കിങ് പ്രോസസ്സിനെയാണ് മോഡേൺ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇൻ കൺക്ലൂഷൻ, ട്രഡീഷണൽ ബാങ്കിങ് പ്രൊവൈഡ്സ് the basic functions to public. However, by further improvement, modern banking has brought much more benefits to the public, which is unreachable in traditional banking. പഴയ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഒരു ബാങ്കിന് നൽകാൻ കഴിയാതിരുന്ന മോഡേൺ സേവനങ്ങൾ നൽകുന്നതാണ് ന്യൂ ജനറേഷൻ ബാങ്കിൻ്റെ പ്രത്യേകത. Let us conclude. Thank you.